ഹായ് ഓൾ, എല്ലാവർക്കും കോമേറ്റ് എഡ്യൂക്കേറ്ററിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അപ്പം നമുക്കറിയാം എക്സാം വരുന്നത് സെപ്റ്റംബർ 13 ഇനി 1 month and 13 days കൂടിയേ ഉള്ളൂ. സോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഇതിൻ്റെ സിലബസ് ഡിസ്കഷനാണ് നടത്തുന്നത്. ഇനി സിലബസ് വൈസ് ഫ്രീ ക്ലാസ്സസ് നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കറിയാം ഈ ഒരു സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദിസ് പോസ്റ്റ് 10 മൊഡ്യൂൾസാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓൺലി കൊമേഴ്സ് ബേസ്ഡ് സിലബസ് മാത്രമാണിത്. ഇതിലൊരു ജനറൽ കണ്ടൻറ്റ് നമുക്ക് പഠിക്കാനായിട്ടില്ല. അപ്പോൾ നമുക്ക് വരുന്നത് ഫസ്റ്റ് വരുന്നത് മൊഡ്യൂൾ 1 അക്കൗണ്ടിങ് 10 മാർക്സിനാണ് വരുന്നത്. അപ്പം ഏതൊക്കെ ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ടെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് വരുന്നുണ്ട്, പിന്നെ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് ഫോർ എ സോൾ ട്രേഡർ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ദെൻ അഡ്മിഷൻ ആൻഡ് റിട്ടയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻസോൾവൻസി, അതായത് നമ്മൾ നമ്മുടെ +1 +2 പഠിച്ചിട്ടുണ്ടാകും അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ദെൻ നമുക്ക് വരുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് ആണ്. പിന്നീട് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസേജ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പം ഇത്രയും ടോപ്പിക്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ടോപ്പിക്സ് മാത്രമാണുള്ളത്. അതായത് നമുക്കറിയാം ബേസിക്സ് നമ്മളൊക്കെ ഓൾറെഡി നമ്മൾക്കൊന്ന് ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് സോൾ ട്രേഡറിൻ്റെയും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സും ഫൈനൽ അക്കൗണ്ട്സും കമ്പനീസുമാണ് ഈ ഒരു മൊഡ്യൂൾ 1 വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ നോക്കാം. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഇതും 10 മാർക്സിനാണ് വരുന്നത്. സോ ബേസിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ബേസിക് നമ്മൾ പഠിക്കണം. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, പിന്നെ വേരിയസ് ഡിസിഷൻസ്, ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്ന ഫിനാൻസിങ് ഡിസിഷൻ, പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിവിഡൻഡ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി, സ്റ്റോക്ക് സ്പ്ലിറ്റ്സ്, സ്റ്റോക്ക് റീപർച്ചേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്നത്. ഇനി നമുക്ക് വരുന്ന മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും വരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോസ്റ്റിംഗ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ്, അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ മാനേജ്മെൻ്റ് ആണ്. എല്ലാ മൊഡ്യൂൾസും ഞാൻ പറഞ്ഞതുപോലെ 10 മാർക്സിനാണ് വരുന്നത്. സോ ബേസിക് ആയിട്ട് നേച്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, പിന്നെ സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ക്ലാസിക്കൽ, നമ്മളൊക്കെ മുന്നേ കേട്ടിട്ടുള്ള ക്ലാസിക്കൽ, അതൊക്കെ വരുന്നത്, നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ഇതൊക്കെ വരുന്നതാണ് ഈ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത്. പിന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ലീഡർഷിപ്പ് ആൻഡ് തിയറീസ്, മോട്ടിവേഷൻ ആൻഡ് തിയറീസ്, TQM ഒക്കെ ഇപ്പം ന്യൂ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് പോലെ ചോദിക്കുന്ന ടോപ്പിക്സ് ആണ് വരുന്നത്. ദെൻ മൊഡ്യൂൾ 5 വരുന്നത് മാനേജറിയൽ ഇക്കണോമിക്സ് ആണ്. ഇതിൽ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ്, ഇൻകം അഡ്വർടൈസ്മെൻറ്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ വന്നിരിക്കുന്നത്. ദെൻ മൊഡ്യൂൾ 6 വരുന്നത് കമ്പനി ലോ ആണ്. സോ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, ദെൻ കമ്പനി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് കമ്പനീസ്, ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്സ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്, വൈൻഡിങ് അപ്പ് ബൈ ദി, അതായത് വൈൻഡിങ് അപ്പിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറയുന്നത്. വൈൻഡിങ് അപ്പ്, വോളണ്ടറി വൈൻഡിങ് അപ്പ്, വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, വൈൻഡിങ് അപ്പ് ബൈ ലിക്വിഡേറ്റേഴ്സ്, പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ. ദെൻ വരുന്ന മൊഡ്യൂൾ 7 എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. നമ്മളെ ഫസ്റ്റ് ഫിനാൻഷ്യൽ, അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു
പേപ്പർ നമുക്ക് BCom പഠിക്കാനായിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. സോ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, പിന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്. നമുക്കറിയാം 2 types ഓഫ് പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അതിൽ നടക്കുന്ന ലിസ്റ്റിംഗ് പ്രൊസീജിയർ, ഇത്രയൊക്കെ വരുന്നതാണ് ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ദെൻ നമുക്ക് വരുന്നതാണ് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ്. സോ ഇൻകം ടാക്സിൽ വരുന്നത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ദെൻ അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, അങ്ങനെ ബേസിക് കൺസെപ്റ്റ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ 5 heads ഓഫ് ഇൻകം ഫ്രം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻ, ടാക്സ് പ്ലാനിങ്, ഇൻകം ടാക്സ് റിട്ടേൺസ്. അപ്പോൾ ആ ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എല്ലാം, അതിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ദെൻ വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. So marketing of products and services, consumer behavior, process of customer buying, factors influencing consumer buying decisions, customer relationship management, market segmentation, product meaning, classification of product, then product life cycle, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ലാസ്റ്റ് വരുന്ന മൊഡ്യൂളാണ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പേപ്പർ നമുക്ക് ഡിഗ്രിയിൽ പഠിക്കാനുണ്ടായിരുന്നു. സോ ആ ഒരു ബുക്ക് നമുക്ക് റെഫർ ചെയ്താൽ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഡിറ്റ് പ്രോസസ്സ്, ഇൻറ്റേർണൽ ചെക്ക്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോസസ്സ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റ് ഫയൽസ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്, വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ, ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ്. സോ ഈ 10 മൊഡ്യൂൾസ് ആണ് നമുക്ക് കേരള KFC അസിസ്റ്റൻറ്റ്, കേരള ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. സോ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒരു 1 month കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായിട്ട് സിലബസ് വൈസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.